അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ സയ്യിദിനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നിങ്ങളുടെ ഇലാഹ് ഒരേ ഒരു ഇലാഹാണ്. എന്നാൽ പരലോകത്തിൽ വിശ്വസിക്കാത്തവർ അവരുടെ ഹൃദയങ്ങൾ ആ കാര്യം നിഷേധിക്കുന്നവയാകുന്നു. അവർ അഹംഭാവം നടിക്കുന്നവരുമാകുന്നു. മുശ്രിക്കുകൾ പരലോകത്തിൽ വിശ്വസിക്കുന്നില്ല. പരലോകത്തിൽ വിശ്വസിക്കാത്തവർ അള്ളാഹുവിൻ്റെ ഏകത്വത്തെ നിഷേധിക്കുന്നവരും അഹംഭാവികളുമാകുന്നു. അഥവാ അഹംഭാവം കൊണ്ടാണ് അവർ വിശ്വസിക്കാതിരിക്കുന്നത്. അള്ളാഹു അവരെ വെറുതെ വിടാൻ പോകുന്നില്ല. അതായത് എന്തു തന്നെ തെളിവുകളും ന്യായങ്ങളും അവരുടെ മുമ്പിൽ വെച്ച് കൊടുത്താലും അവരത് നിഷേധിക്കും. ആ നിഷേധത്തിന് കാരണം അവർ അഹംഭാവികളായതുകൊണ്ടാണ്, അല്ലാതെ സത്യം മനസ്സിലാകാത്തത് കൊണ്ടല്ല. മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറയുന്നു, അള്ളാഹുവിനെക്കുറിച്ച് മാത്രം പ്രസ്താവിക്കപ്പെട്ടാൽ പരലോകത്തിൽ വിശ്വസിക്കാത്തവരുടെ ഹൃദയങ്ങൾ അറച്ച് ചുളുങ്ങിപ്പോകും. അവന് പുറമേയുള്ളവരെ പറ്റി പ്രസ്താവിക്കപ്പെട്ടാൽ അപ്പോഴതാ അവർ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു സ്ഥലത്ത് പറയും, നിശ്ചയമായും എന്നെ ആരാധിക്കുന്നതിനെപ്പറ്റി അഹംഭാവം നടിക്കുന്നവർ നിന്ദ്യരായിക്കൊണ്ട് വഴിയെ ജഹന്നമിൽ പ്രവേശിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അണുതൂക്കം ഹൃദയത്തിൽ അഹംഭാവമുള്ളവർ, കിബറുള്ളവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അണുതൂക്കം സത്യവിശ്വാസം ഹൃദയത്തിലുള്ളവർ നരകത്തിൽ പ്രവേശിക്കുകയുമില്ല. അപ്പോൾ ഒരാൾ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, ഒരാൾ അവൻ്റെ വസ്ത്രം നല്ലതായിരിക്കാനും ചെരുപ്പ് നല്ലതായിരിക്കാനും ഇഷ്ടപ്പെടുന്നു, ഇത് അഹംഭാവമാണോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിശ്ചയമായും അള്ളാഹു സുന്ദരനാണ്, അവൻ സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നു. അഹംഭാവം എന്നാൽ യഥാർത്ഥത്തെ, സത്യത്തെ ധിക്കരിക്കലും മനുഷ്യരോട് അവഗണന കാണിക്കലുമാകുന്നു. അങ്ങനെയുള്ള അഹംഭാവികളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പെടുത്തുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഒരബദ്ധം വന്നു പോയിട്ടുണ്ട്. അത് പെടുത്താതിരിക്കട്ടെ എന്ന് പറയേണ്ടത് പെടുത്തുമാറാകട്ടെ. അതപ്പോൾ തന്നെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ അതൊന്നുകൂടി കേട്ട് വീണ്ടും മാറ്റണം എന്ന് വിചാരിച്ചു. പക്ഷെ അത് മറന്നുപോയതാ. അപ്പം അത് അഹംഭാവികളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്താതിരിക്കട്ടെ എന്നാണ് വേണ്ടത്. ആ അബദ്ധം വന്നതിൽ ഖേദിക്കുന്നു. അസ്സലാമു അലൈക്കും.